ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട ചാക്കോച്ചൻ, സ്നേഹമുള്ളവരെ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം Gospel according to Saint Luke chapter 24 verses commencing from 13 through 33. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണല്ലോ. This is the 4th Sunday after Easter. So we are going to meditate a particular theme, that is Jesus Christ the co-traveler എന്നുള്ളതാണ്. സഹസഞ്ചാരിയായ യേശു ക്രിസ്തു. So in our life, Jesus Christ is a co-traveler. Sometimes we may not aware about that, but that is the reality. Christ is the silent guest in our life experience. He is the unseen guest. He is the head of each and every aspects which we are experiencing in our life. So Jesus Christ the co-traveler എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകമായിട്ടുള്ള തീം, സഹ സഞ്ചാരിയായ ക്രിസ്തു. നമ്മളെ ഈ വേദഭാഗം വളരെ പരിചയമുള്ള വേദഭാഗമാണ്. എമ്മൗസിലെ സംഭവം, വാട്ട് വാസ് ഹാപ്പൻഡ് ഓൺ ദ റോഡ് ഓഫ് എമ്മയൂസ്, അതിനെക്കുറിച്ച് നമ്മൾ അല്പനേരം ധ്യാനിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് അവിടെ ആ സംഭവത്തിൽ ക്രൈസ്റ്റ് റിവീൽഡ് ഹിംസെൽഫ് ഇൻ ഡിഫറെൻറ്റ് മാനർ. തന്നെ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. ആ ചില പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. സോ ആഫ്റ്റർ ജീസസ് ക്രൂസിഫിക്ഷൻ, the disciples were shattered and they were unfaithful and no idea they had. Their heart and mind filled with fear and their life filled with uncertainties. They confused in their situations. തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവ് തങ്ങളെ ആശ വെച്ച, തങ്ങളെ ശുശ്രൂഷയ്ക്ക് വിളിച്ച കർത്താവിനെ ക്രൂശിൽ തറച്ചു എന്ന് പറയുമ്പോൾ ശിഷ്യന്മാർക്ക് അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അനുഭവമായിരുന്നു. അവർ തകർന്നുപോയി. അങ്ങനെയുള്ള ഒരു തകർച്ചയുടെ അനുഭവത്തിൽ 2 ശിഷ്യന്മാർ, അതിലൊരാളുടെ പേര് എഴുതിയിരിക്കുന്നത് ക്ലെയോപ്പാവ് എന്നുള്ളതാണ്. വി ഡോണ്ട് നോ ഹു ഈസ് ദ അതർ. Bible scholars are saying that the other disciple was his wife Mary. അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരിയാണ് എന്നുള്ളതാണ് ബൈബിൾ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. എന്നിരുന്നാൽ 2 ശിഷ്യന്മാർ അവർ ഈ ഒരു അനുഭവത്തോടുകൂടെ, ഈ ഫിയറോടുകൂടെ, കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ അവരെന്ത് ചെയ്യുന്നതെന്നറിയാമോ? യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് യാത്ര തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. So they were totally collapsed in Jerusalem, but they want some comfort and peace, solace. So they tried to find another place, that is Emmaus. So they were planning to travel from discomfort zone to comfort, from peaceless situation to peaceful situation. കാരണം അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, എമ്മയൂസ് എന്ന് പറയുന്ന പദം ഹമ്മാത്ത് എന്ന് പറയുന്ന ഹീബ്രു പദത്തിൽ നിന്ന് വന്നതാണ്. ദ മീനിങ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ടേം ഈസ് ഹോട്ട് സ്പ്രിംഗ്, വാം ബാത്ത് എന്നുള്ളതൊക്കെയാണ്. കാരണം ഒരു സുഖവാസ കേന്ദ്രമാണ്. ദേ ക്യാൻ റിഫ്രഷ് ദംസെൽസ്, അല്ലേ? നമ്മൾ പലയിടങ്ങളിലോട്ടൊക്കെ ഈ സുഖവാസ കേന്ദ്രങ്ങളിലേക്കൊക്കെ പോകുമല്ലോ, ഈ മസാജ് ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ നല്ല സുഖവാസമായിട്ടുള്ള ശരീരത്തിനും മനസ്സിനുമൊക്കെ കുളിർമയൊക്കെ കിട്ടുന്ന അനുഭവം, അതുപോലത്തെ ഒരു അനുഭവമാണ്. സോ ദേ ആർ പ്ലാനിങ് ടു ട്രാവൽ ഫ്രം ഡിസ്കംഫർട്ട് സോൺ ടു കംഫർട്ട് സോൺ. സോ therefore they plan to travel from Jerusalem to Emmaus. Jerusalem was discomfort. Jesus was crucified there. It was not a good place for them. So they selected another comfort place to travel from Jerusalem to Emmaus. 7 miles distance from Jerusalem to Emmaus. ഈ 7 മൈലുള്ള യാത്രയ്ക്കാണ് അവർ തയ്യാറെടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ നടുവിലും നമ്മൾ അറിഞ്ഞ കർത്താവിനെ വിട്ടിട്ട്
നമ്മളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചവനെ വിട്ടിട്ട് നമ്മുടെ അമ്മയപ്പന്മാർ നമുക്ക് ചൊല്ലിത്തന്ന ദൈവസ്നേഹത്തെ മറന്ന് നമ്മൾ പ്രാർത്ഥനയിലൂടെ ആർജിച്ചെടുത്ത ദൈവകൃപകളെയൊക്കെ നമ്മൾ മറന്ന് ചിലപ്പോഴും ജീവിതത്തിൻ്റെ യാത്രയിൽ നമ്മൾ സുഖങ്ങളിലേക്ക് ഓടി ഒളിക്കാറുണ്ട്. സംടൈംസ് ഓഫ്റ്റൻലി വി ആർ ഓൾസോ ഫെയിലിംഗ് ടു realize the presence of Christ in the midst of crisis, and we are oftenly selecting our own places for the comfort and peace. But we must aware about that at the same time Jesus Christ is always with us. His name is Emmanuel. He is with us. But we are failed to know his presence in the midst of our vulnerable situations. But at the same time, with a deep compassion and love towards us, Jesus Christ is walking along with us. ഇവിടെ ശിഷ്യന്മാർ ഞങ്ങളെ ശുശ്രൂഷ കേൾപ്പിച്ചതൊക്കെ അങ്ങ് മറന്നു. എന്നിട്ട് അല്പം ഒരു പ്രയാസം വന്നപ്പോൾ അവിടെ തള്ളിക്കളഞ്ഞ് കർത്താവിനെ മറന്ന് എല്ലാവരെയും മറന്ന് തങ്ങളുടെ ഉദ്യമത്തെയും മറന്ന് അവർ സുഖത്തെ തേടിയുള്ള യാത്രയാണ്. അതുകൊണ്ട് ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ പശ്ചാത്തപിക്കണം. ദൈവമേ, ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ നടുവിൽ നിന്നെ മറന്ന് ഞാൻ സ്വാർത്ഥമതിയായി ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കുറവുകളെ നിക്ഷേപിക്കണമേ. ലോർഡ്, ഫോർഗീവ് മൈ സിൻസ് ഇഫ് ഐ ഫോർഗെറ്റ് യുവർ ബെനോളൻസസ് ആൻഡ് യുവർ ഗൈഡൻസ് upon me and selected my own path, selfish path, for living in this world as I like. എൻ്റെ ജീവിതത്തിലെ പരാജയങ്ങളെ കർത്താവെ ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥനയോട് വേണം നമ്മൾ ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ. കർത്താവിൻ്റെ ചില അനുഭവങ്ങൾ കർത്താവ് വെളിപ്പെടുത്തുന്ന ചില അനുഭവങ്ങൾ ഞാൻ പെട്ടെന്ന് പങ്കുവച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കും. ഒന്ന്, നമുക്ക് യേശുവിൽ കാണാൻ സാധിക്കുന്നത് ഒരു കമ്പാനിയനെയാണ്. ചില പദങ്ങൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തും. ആഫ്റ്റർ മൈ സർമൺ ഐ ലാസ്റ്റ് ടു ചിൽഡ്രൻ ഓർ കൊയർ മെമ്പേഴ്സ് ഓർ ദാറ്റ് വാട്ട് ഐ പ്രീച്ച് ടുഡേ. സോ കമ്പാനിയൻ ഈസ് ദ ഫസ്റ്റ് വേർഡ്. കമ്പാനിയൻ എന്ന് പറയുന്ന പദം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ പറയും കൂട്ടുകാരൻ, സഖി, തോഴൻ, തോഴി എന്നൊക്കെ. കർത്താവ് കൂട്ടുകാരനാണ്, ദൈവം കൂട്ടുകാരനാണ്. മനുഷ്യരോടൊപ്പം എല്ലായ്പ്പോഴും നടക്കാൻ ആഗ്രഹിച്ച ഒരു ദൈവത്തെ വി ക്യാൻ സീ ഇൻ ദ ബുക്ക് ഓഫ് ജെനസിസ്. ഇൻ ദ ഗാർഡൻ ഓഫ് ഈഡൻ ഗോഡ് walked along with human and he came down and also walked along with them. And that Almighty God, in the fullness of time, he became a human and dwelt among us, understanding our feelings, understanding our vulnerability, and he is ready to heal us and cure us, redeem us. He came and dwelt among us a human. Why? Because he wanted to understand us. നമ്മളെ മനസ്സിലാക്കണമെങ്കിൽ ഒരു മനുഷ്യന് മാത്രമേ സാധിക്കത്തുള്ളൂ. എന്നോട് ഒരു സിംഹം നടന്നാൽ ആ സിംഹത്തിന് എൻ്റെ ഫീലിംഗ് മനസ്സിലാകത്തില്ല. എൻ്റെ കൂടെ ഒരു ഉറുമ്പ് നടന്നാൽ ആ ഉറുമ്പിന് എൻ്റെ ഫീലിംഗ് മനസ്സിലാകത്തില്ല. എൻ്റെ കൂടെ ഒരു ശക്തിയുള്ള കുതിര നടന്നാൽ അതിന് എൻ്റെ ഫീലിംഗ് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ദൈവം ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ ഒരു കൂട്ടുകാരനായി, എന്നെപ്പോലൊരു കൂട്ടുകാരനായി, എന്നെപ്പോലൊരു സഖിയായി, ഒരു തോഴിയായി, ഒരു തോഴനായി, സഹയാത്രികനായി കർത്താവ് നമ്മളോടൊപ്പം വന്നു. എന്തിന്? നമ്മളെ മനസ്സിലാക്കാനായിട്ട്. ഈ ദൈവത്തെ നമുക്ക് ചരിത്രത്തിൽ ഉടനീളം കാണാം. വി ക്യാൻ സീ ദിസ് ഗോഡ് ഇൻ ദി ഹിസ്റ്ററി. വെൻ I think Stanley read the first lesson, I think. In that first lesson, we can see the presence of God along with the people of Israel. God walked along with them in the midst of crisis and uncertainties in the wilderness. They experienced the divine presence in the midst of their confusions and their worries. കൂടെ നടക്കുന്ന ദൈവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഏതിന് നടന്ന ദൈവം, ചരിത്രത്തിൽ നടന്ന ദൈവം കാലത്തിൻ്റെ തികവിൽ ഈ ലോകത്തിൽ മനുഷ്യരോടൊപ്പം നടക്കാൻ വേണ്ടി അവതരിച്ചു. ഈസ് എ കമ്പാനിയൻ. ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല, വിശദീകരിക്കാൻ പറയേണ്ട ആവശ്യമില്ല. എൻ്റെ കൂട്ടുകാരൻ, കൂടെ നടക്കുന്ന ദൈവം. ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കിക്കോണം. നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ, നിങ്ങളുടെ നെടുവീർപ്പുകൾ, രോഗങ്ങൾ, ആരും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു നല്ല കൂട്ടുകാരൻ ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും, nobody is there to understand me, nobody knows me, are you worrying about your life situation? Don't bother about that, because the Jesus Christ who is with you, knowing each and every transactions which are happen in your life, he knows you very much than anybody else. എല്ലാവരെക്കാളും നമ്മളെ മനസ്സിലാക്കുന്നവനാണ് നമ്മുടെ കർത്താവ് എന്ന് നമ്മൾ ഒരിക്കലും മറന്നുപോലെ. He became their companion in confusion and sorrow. അവർ ഓടി ഒളിച്ചതാണ്. എവിടുന്നാണ്? From the uncertainties
to a better place, from the confused state to a better place, from a discomfort zone to a comfort zone, from a peaceless situation to a soulless situation. Then Jesus Christ walked along with them as a companion. സഹയാത്രികനായിട്ട് കൂടെ നടക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇമ്മാനുവൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെയാണ്. ആര് ഈ പദം പറയുന്നു അവൻ്റെ കൂടാണ് ദൈവം. അവൻ ഏത് രാജ്യത്തുകാരനായിക്കോട്ടെ, ഏത് ഭാഷ സംസാരിക്കുന്നവനായിക്കോട്ടെ, ഏത് സംസ്കാരത്തിൽ ജീവിക്കുന്നവനായിക്കോട്ടെ, ഏത് കുലത്തിലും വർഗത്തിലും വർണ്ണത്തിലും പിറന്നവനായിക്കൊള്ളട്ടെ, അവന് കൂടെ ദൈവം എന്ന് പറയാനാണ് കർത്താവിൻ്റെ പേര് അങ്ങനെ നൽകപ്പെട്ടത്, ഇമ്മാനുവൽ. ഞാൻ ഇന്ന് ദൈവം ഇമ്മാനുവൽ എന്ന് പറയുമ്പോൾ ഐ ആം ഡിക്ലെയറിംഗ് ദാറ്റ് ഗോഡ് ഈസ് വിത്ത് മീ. പ്രൈസ് ദി ലോർഡ്. Even though you are going through different crises and vulnerable situations, dearly beloved, this Almighty God is with you. That is the empowering message. Praise the Lord. Hallelujah. രണ്ടാമതായി ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. രണ്ടാമതായിട്ട് വാക്ക് എന്താണെന്ന് അറിയാമോ? ക്ലാരിഫയർ. അവർ ജീസസ് ക്രൈസ്റ്റ് ഈസ് എ ക്ലാരിഫയർ. വ്യക്തമാക്കി തരുന്നവനാണ്, വെളിപ്പെടുത്തുന്നവനാണ്. He revealed himself in the history. He divided history into two, BC and AD, Anno Domini and before Christ. That is a reality. Nobody can argue against that the reality. Because some of the people, they are arguing that there is no God. But at the same time, you ask to them that when you born, then they are saying that I born in 1981, like that. Then he is declaring that, what is that? I born in the year of our Lord, AD, Anno Domini. That's the meaning, in the year of our Lord. പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ചരിത്ര സത്യമായിട്ട് കർത്താവ് നിലനിൽക്കുകയാണ്. അവൻ വെളിപ്പെടുത്തി തരുന്നവനാണ്. എങ്ങനെയാണ് വെളിപ്പെടുത്തി തരുന്നത്? ഇവിടെ നമ്മൾ ഈ വേദഭാഗം നോക്കുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ 27ാമത്തെ വാക്യത്തിൽ നിങ്ങൾ നോക്കി. And beginning with Moses and all the prophets, he explained to them what was said in all the scriptures concerning himself. They were not aware about the reality which happened there. Then what did Jesus Christ do? He revealed the word. അവർക്ക് ദൈവവചനം അവർ വായിച്ചറിഞ്ഞ മോശയിൽ കൂടെ കൊടുത്ത ദൈവവചനം, പ്രവാചകന്മാരിലൂടെ കൊടുത്ത ദൈവവചനം, ന്യായപ്രമാണം, ലോ ഓഫ് മോസസ് ആൻഡ് ദ വേർഡ് ഡിക്ലെയർഡ് ത്രൂ പ്രൊഫറ്റ്സ്, ഹി ക്ലാരിഫൈഡ്. അവർക്ക് വ്യക്തമാക്കി കൊടുത്തു. അവരപ്പോൾ കർത്താവിനെ കൂടുതലായിട്ട് അറിയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. When scripture seems hard to grasp, we are invited to ask the Holy Spirit for illumination. ദൈവവചനം വെറുതെ കേട്ടു മടങ്ങിപ്പോയി ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന അനുഭവം ഇല്ലാതെ കടന്നു പോകല്ല, ചേമ്പലയുടെ പുറത്ത് വെള്ളം ഒഴിച്ച പോലെ. എത്രയോ പ്രസംഗം കേട്ടതാണ്. യു ആർ വെരി മച്ച് അവെയർ ടു ഹൗ ടു പ്രീച്ച് ആൻഡ് ഹൗ ടു വാട്ട് ആർ റിട്ടൺ ഇൻ ദി സ്ക്രിപ്റ്റേഴ്സ്. യു ആർ വെരി മച്ച് അവെയർ അബൌട്ട് ദാറ്റ്. ബട്ട് സംടൈംസ് വി ആർ ഫെയിൽഡ് ടു അപ്ലൈ ദാറ്റ് the reality in our life. During that time, in the midst of our that limitations or drawbacks, Jesus Christ is ready to clarify our doubts. He will open the secrets which are hidden in the scripture. അവനെ നമുക്ക് തുറന്നു തരുന്ന ഒരു ദൈവമാകും. അതുകൊണ്ട് ഇന്ന് ഈ പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതൊന്നും ഈ പ്രസംഗിക്കുന്ന ആളുടെ കഴിവൊന്നുമല്ല. അല്ലെങ്കിൽ ദൈവവചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതയാത്രയിൽ മകനെ മകളെ നിൽക്കൂ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊരു ആശ്വാസം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിടുക്കല്ല, പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ പരിവർത്തിക്കുന്നതാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ക്ലാരിഫയർ. മനസ്സിലാകാത്ത ദൈവവചന കാര്യങ്ങൾ അവരിതെല്ലാം അറിഞ്ഞിട്ടും അവരിതെല്ലാം വായിച്ചിട്ടും അതിൻ്റെ പൊരുൾ, ദ റിയൽ മീനിങ്, എസൻസ് ആൻഡ് ഇറ്റ്സ് ഡെപ്ത് ദേ ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ്. ബട്ട് ജീസസ് ക്രൈസ്റ്റ് ക്ലാരിഫൈഡ്. അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. വ്യക്തമാക്കി കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അടുത്ത വാക്കാണ്, ഓരോ കാര്യത്തെക്കുറിച്ച് ഒരുപാട് നേരം പ്രസംഗിക്കാനുണ്ട്, പക്ഷെ ഞാൻ ഓടിച്ചു വിടുക, പെട്ടെന്ന് പറയും. അടുത്ത വാക്കാണ് കംഫർട്ടർ. കർത്താവിനെ നമ്മൾ കാണുന്നത് ഒരു ആശ്വാസപ്രദനായിട്ടാണ്, കംഫർട്ടറായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ വാക്യത്തിൻ്റെ 17ാമത്തെ വാക്യം ഒന്ന് നോക്കിയ ഈ അധ്യായത്തിൻ്റെ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 24 verse 17 നമുക്ക് കാണാൻ സാധിക്കുന്നു. He asked them, why are you discussing together as you walk along?
they stood still, their faces downcast. അവർ മുഖം കുനിച്ച് വിഷണ്ണരായിട്ട് നിൽക്കുന്നതാണ് അനുഭവമാണ്. എന്താണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്? ദുഃഖത്തിൻ്റെ കാരണമല്ലാതെ, ദുഃഖത്തിൻ്റെ അനുഭവമല്ലാതെ ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ ഒന്നുമില്ല എന്നുള്ള ജീവിത സാഹചര്യങ്ങൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തല കുനിച്ച് നിൽക്കുകയാണ്. ആത്മവിശ്വാസത്തോടെ തല ഉയർത്തി ധൈര്യത്തോടെ ദൈവമക്കളാണെന്ന് പറഞ്ഞ് പ്രശംസിച്ച് ഈ ലോകത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവർ തല കുനിച്ച് പരാജയപ്പെട്ട് തോറ്റു നിൽക്കുന്ന അനുഭവത്തിൽ കർത്താവ് അവർക്ക് കംഫർട്ട് പറഞ്ഞു കൊടുക്കുന്നതായിട്ട്, ആശ്വാസം നൽകുന്ന ഒരു അനുഭവം കൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് their faces downcast, they were sad and discouraged, but Jesus' presence brought peace and hope. He comforts us in time of our loss and disappointment and fear, and we are called to be the channel of that comfort to others in pain. അല്ലേ, ഞാൻ ഒരിക്കൽ നിങ്ങളോട് പ്രസംഗിച്ചപ്പം പറഞ്ഞിട്ടുണ്ട്, കൺഫ്യൂഷ്യസ് പറഞ്ഞിട്ടുള്ള ഒരു സെന്റൻസ്, there are two sadder hearts than you, go and comfort them, that will comfort you. നിങ്ങളെക്കാളിലും ദുഃഖം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ നിങ്ങൾ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആശ്വസിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കും ആശ്വാസം ലഭിക്കും. ഈവൻ ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്, ഹി റൈസ്ഡ് ടു കംഫർട്ട് ദോസ് ഹു ആർ ഡിസ്കംഫർട്ടഡ്. ദുഃഖിച്ച് വിഷണിച്ച് വിഷാദിച്ചിരിക്കുന്നവരെ കർത്താവ് വരികയാണ് ആശ്വസിപ്പിക്കാൻ. വിശുദ്ധ കുർബാനയിലൂടെ ദൈവവചനത്തിലൂടെ ശക്തിപ്പെട്ട് ഈ ഡോർ കളഞ്ഞ് വെളിയിലേക്ക് പോകുമ്പോൾ കുടുംബത്തിലും സമൂഹത്തിലും we have a mission to comfort others, to console others. I am with you in your pain and fear. മറ്റുള്ളവരെ ഒരു ആവശ്യം, ഒരു ദുഃഖം നമ്മളോട് പറയത്തക്ക രീതിയിൽ നമ്മുടെ മനസ്സ്, നമ്മുടെ ജീവിതം ഓപ്പൺ ആണോ? നമ്മൾ അവൈലബിൾ ആണോ? ഒരാൾ നമ്മളോട് എന്ത് ദുഃഖവും ഷെയർ ചെയ്യാൻ അവരവരുടെ മനസ്സിൽ ഒതുക്കി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്കുണ്ടോ? എത്രയോ കാലമായി നമ്മൾ ജീവിക്കുന്നു. അങ്ങനെ ഒരു ആത്മവിശ്വാസം നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ തീർത്തും നിങ്ങളൊരു ക്രിസ്തുവിൻ്റെ പ്രതിനിധിയാണ്. യു ആർ ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ക്രൈസ്റ്റ് ബിക്കോസ് യു ആർ കംഫർട്ടിങ് അതേഴ്സ്. കർത്താവ് ദുഃഖിച്ചിരുന്നവരെ ആശ്വസിപ്പിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. എൻ്റെ ആശ്വാസപ്രദനാണ് ദൈവമേ നീ. ഓർക്കുക, ഇന്ന് ആരെങ്കിലും ഇന്ന് ഈ ആരാധനയുടെ നടുവിൽ ദുഃഖിച്ച മനസ്സുമായി തലകുനിച്ച്, അല്ലെങ്കിൽ പുറമേ തല ഉയർത്തിയാണെങ്കിലും അകത്ത് തലകുനിച്ച് ഇരിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ നടുവിൽ ആശ്വാസമില്ലാതെ അലയുന്നുണ്ടെങ്കിൽ, ഡിയർലി ബിലവഡ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ഹിയർ. ഹി വിൽ കംഫർട്ട് യു ആൻഡ് കൺസോൾ യു ആൻഡ് പ്രൊവൈഡ് പീസ് ഓൺ യുവർ ലൈഫ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത ഒരു വാക്യം, ഒരു കർത്താവിൻ്റെ മറ്റൊരു പ്രത്യേകതയിലേക്ക് പോവുകയാണ്. അവിടെ കർത്താവിനെ നമ്മൾ കാണുന്നത് മറ്റൊന്ന് ചലഞ്ചറായിട്ടാണ്. അവനെ കംഫർട്ട് ചെയ്യുന്നു, അതൊക്കെ ശരിയാണ്. അവൻ കമ്പാനിയനാണ്, അവൻ കൺസോൾ ചെയ്യുന്നവനാണ്, അതൊക്കെ കറക്റ്റാണ്. പക്ഷേ നമ്മളവനെ കാണുന്ന മറ്റൊരു പ്രത്യേകത ചലഞ്ചറായിട്ടാണ്. അവൻ നമ്മളെ വെല്ലുവിളിക്കുന്ന ഒരു കർത്താവാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പാപ്പരത്വം നോക്കി, നിസ്സാരത്വം നോക്കി, നമ്മുടെ പോവർട്ടി മീൻസ് ഐ ആം നോട്ട് സേയിങ് അബൌട്ട് ദ ഫിസിക്കൽ പോവർട്ടി, I am saying about the spiritual poverty that we have. God is compassionately looking on us. നമ്മളെ നോക്കിക്കൊണ്ട് കർത്താവ് നമ്മളെ പല ജീവിത സാഹചര്യങ്ങളിലും വെല്ലുവിളിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇതിൻ്റെ 25-ാമത്തെ വാക്യം, verse 25. He said to them, how foolish you are. അല്ലേ, നമുക്കറിയാം ചില പ്രസംഗങ്ങളും പ്രബോധനങ്ങളും ഒക്കെ വേദപുസ്തകത്തിലെ ഭയങ്കര രസകരമായിട്ടുള്ള കാര്യം. വലിയൊരു പ്രസംഗം തൻ്റെ പ്രസംഗം സ്റ്റാർട്ട് ചെയ്തത് ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെന്ന്. ഡിട്രോയിറ്റ് മാർത്തോമാ ചർച്ചിൽ ഞാൻ അങ്ങനെ പ്രസംഗം സ്റ്റാർട്ട് ചെയ്താലും 2 ആഴ്ച കൊണ്ട് അച്ഛൻ വി വിൽ പാക്ക്. ഓക്കെ, വേറൊരു മനുഷ്യൻ പ്രസംഗിച്ചത് എന്ത് ചെയ്യുന്നു? സർപ്പ സന്തതി, യു ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ് എന്താ വിളി. ചില പ്രസംഗങ്ങളൊക്കെ ബൈബിളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങനെ. ഇവിടെ ഒരു പ്രബോധനം സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൗ ഫൂളിഷ് യു ആർ. എന്തൊരു അഭിസംബോധനയാണ്. നമ്മൾ പറയും ഡിയർലി ബിലവഡ് ഇൻ ക്രൈസ്റ്റ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്, അല്ലേ? ഇവിടെ കർത്താവ് ഒരു പ്രബോധനം സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൗ ഫൂളിഷ് യു ആർ ആൻഡ് ഹൗ സ്ലോ ടു ബിലീവ് ഓൾ ദാറ്റ് ദ പ്രൊഫറ്റ്സ് ഹാവ് സ്പോക്കൺ. ഡിഡ് നോട്ട് ദ മെസ്സയ ഹാവ് ടു സഫർ ദീസ് തിങ്സ് ആൻഡ് ദെൻ എൻ്റർ ഹിസ് ഗ്ലോറി. വേഴ്സ് 25 and 26. ഹി റെബ്യൂക്ഡ് ദാറ്റ് ഡിസൈപ്പിൾസ്. അവരെ ശാസിക്കുകയാണ്. ഹി ചലഞ്ച്ഡ് ദം. എടാ, ഇതൊക്കെ അറിയാമായിരുന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോടോ വിഡ്ഢികളെ. അവരെ ചലഞ്ച് ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രൈസ്റ്റ് ഡസ് നോട്ട് ഓൺലി കൺസോൾ us,
but he also confronts in our day-to-day misconceptions and call us to a deeper faith. We have misconceptions in our life. അല്ലേ? Error is human. എല്ലാ ജീവിതത്തിലും തെറ്റുകളുണ്ട്. ഈ പ്രസംഗിക്കുന്ന ഞാനൊരു കംപ്ലീറ്റ് മനുഷ്യനായിട്ട് നിന്നുകൊണ്ടൊന്നുമല്ല നിങ്ങളോട് പറയുന്നത്. നമ്മൾ മനുഷ്യരാണോ? വിശ്വാസത്തിലും ജീവിതത്തിൻ്റെ യാത്രകളിലും വീഴ്ചകളും താഴ്ചകളും വിചാരത്തിലും വചനത്തിലും. അതുകൊണ്ട് നമ്മൾ കൺഫെഷനിലൊക്കെ പറയാൻ ഒരുപാട് തെറ്റിപ്പോകുന്നവരാണ് നമ്മൾ. ബട്ട് ജീസസ് ക്രൈസ്റ്റ് കമ്പാഷണേറ്റ്ലി ഹീൽ അവർ മിസ്കൺസെപ്ഷൻസ്. നമ്മുടെ തെറ്റിദ്ധാരണകളെയും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെയും ഒക്കെ സുഖപ്പെടുത്തുന്ന ഒരു വെല്ലുവിളിച്ച് നമ്മളെ നേർപാതയിലേക്ക് നടത്തുന്ന ചലഞ്ചറാണ് നമ്മുടെ കർത്താവ്. ആർ യു വില്ലിംഗ് ടു ബി കറക്റ്റഡ് ബൈ ക്രൈസ്റ്റ്, ബൈ ദിസ് വേർഡ്? അടുത്ത ഒരു വാക്ക് എന്താണ്? കൺവിൻസർ. കർത്താവിൽ കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ് കൺവിൻസർ, ബോധ്യപ്പെടുത്തുന്നവൻ. അവൻ ചലഞ്ച് ചെയ്യുക മാത്രമല്ല, അവൻ പറയുന്നതിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്നവനാണ്. എങ്ങനെയാണ് ബോധ്യപ്പെടുത്തുന്നത്? അവൻ രണ്ട് തരത്തിലാണ് ചെയ്യുന്നത്. ഒന്ന്, ദൈവവചനത്തിലൂടെ ബോധ്യപ്പെടുത്തി. ത്രൂ വേർഡ് ഹി കൺവിൻസ് ദാറ്റ് ഡിസൈപ്പിൾസ്. രണ്ട്, ബ്രേക്കിംഗ് ദി ബ്രെഡ്. അപ്പം മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണ്, അവൻ ദൈവവചനം പറഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ എന്ത് ചെയ്തു? കത്തിക്കൊണ്ടിരുന്നു. നിങ്ങളത് വായിച്ചു നോക്കുമ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, അവൻ were not our God. They asked each other, were not our hearts burning within us while he talked with us on the road and opened the scriptures to us. അവൻ നമുക്ക് ദൈവവചനം വിഭാഗിച്ചു തന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തോ ചെയ്തു? കത്തിക്കൊണ്ട് ഇരുന്നു. അത് ദൈവവചനത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. നല്ല ദൈവവചനത്തിൻ്റെ പ്രത്യേകതയാണ് പ്രിയപ്പെട്ടവരെ കത്തിക്കൊള്ളുന്നത്. കാരണം ദൈവവചനത്തിന് ചിലപ്പോഴൊന്നും സുഖിപ്പിക്കാൻ അറിയത്തില്ല. ഇറ്റ് കൺഫ്രണ്ടിങ് us, ഇറ്റ്സ് ചാലഞ്ചിങ് us, ഇറ്റ്സ് കറക്റ്റിങ് us. ഇറ്റ്സ് എ പെയിൻഫുൾ എക്സ്പീരിയൻസ് when I am reading the word of God, that word of God correcting me and challenging me. ചിലപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ കത്തുന്ന അനുഭവം ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടോ? ശിഷ്യന്മാർ പറയുന്നു, ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? അപ്പോൾ ത്രൂ വേർഡ് ജീസസ് ക്രൈസ്റ്റ് കൺവിൻസ്ഡ് them. Secondly, through breaking the bread, Jesus convinced them. That is happening in the Holy Communion. Praise the Lord. Hallelujah. After my sermon, we will have confession prayer. അല്ലേ? അതോ ഉറങ്ങാനുള്ള സമയം തന്നിട്ട് റെസ്റ്റ് എടുത്തതിന് ശേഷം അടുത്ത ജോലി തുടങ്ങുന്നതാണോ അടുത്ത കുർബാനയുടെ പാർട്ട്? പ്രസംഗ സമയത്ത് ശാന്തമായി ഉറങ്ങി ഉണർന്നെഴുന്നേറ്റ് കൺഫെഷൻ ചൊല്ലുന്ന ഒരു അനുഭവമാണോ? രണ്ട് ഭാഷയിൽ ഇവിടെ കൺഫെഷൻ പ്രയർ ചൊല്ലുന്നുണ്ട്. ഒന്ന് മലയാളം, ഒന്ന് ഇംഗ്ലീഷ്. എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ എത്ര കൺഫെഷൻ പ്രയർ ഇംഗ്ലീഷിൽ ചൊല്ലിയെന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ ഉള്ളിലോട്ട് കൊണ്ട് ചൊല്ലാനായിട്ട് ഒരുപക്ഷെ മീനിങ് അറിയാമായിരിക്കും. എന്നാലും ആ ചെറുപ്പം തൊട്ട് ചൊല്ലി ശീലിച്ചത് കൊണ്ട് എന്ത് ചെയ്യും, ആ മലയാളത്തിൽ ചൊല്ലുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഒരു ഫീലിംഗ് കിട്ടുന്നത്. നിങ്ങൾക്ക് അതുപോലെ തന്നെ മലയാളം അറിയാത്ത ഒരാൾക്ക് ഇംഗ്ലീഷിൽ ചൊല്ലുമ്പോഴാണ് അവർക്കതിൽ പങ്കെടുക്കാനായിട്ട്. എന്തിനാ? ബിക്കോസ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദ കൺഫെഷൻ പ്രയർ. ഈ പ്രസംഗത്തിലൂടെ ദൈവം നിങ്ങളെ കറക്റ്റ് ചെയ്യുമ്പോൾ, ദൈവവചനത്തിലൂടെ ദൈവം നിങ്ങളെ കറക്റ്റ് ചെയ്യുമ്പോൾ, ഓ ലോർഡ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ തെറ്റിപ്പോയി, അതിന് നമ്മൾ പശ്ചാത്തപിക്കുന്ന പ്രയറാണ് കൺഫെഷൻ. ത്രൂ ദാസ് കൺഫെഷൻ പ്രയർ വി ആർ ട്രൈയിങ് ടു സീ, ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ് വി ആർ ട്രൈയിങ് ടു സീ our drawbacks, our limitation, our sinful nature, then we are confessing through that confession prayer. അത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ ബ്രേക്കിംഗ് ദി ബ്രെഡ് ഉണ്ട്. അത് കൊടുക്കുന്നുണ്ടേ ഉള്ളം തുറക്കപ്പെടണം, ഉള്ളിലെ കണ്ണുകൾ തുറക്കപ്പെടണം. So the incident happened in the road, on the road of Emmaus. The same incident that we can see in this Holy Communion. Ministering word is there, breaking the bread is there. Praise the Lord. കണ്ണ് തുറക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. എൻ്റെ കണ്ണ് തുറക്കപ്പെടുന്നുണ്ടോ? എത്ര കുർബാനകളിൽ ഞാൻ പങ്കെടുത്തു, എത്ര ദൈവവചനം ഞാൻ കേട്ടു, എത്ര ബൈബിളിൽ ഏത് ഭാഗം ചോദിച്ചാലും ഐ നോ വെരി വെൽ എന്നൊരു ധാരണയാണ്. പക്ഷേ ഞാൻ കറക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? ഞാൻ റിന്യൂ ചെയ്യപ്പെടുന്നുണ്ടോ? എൻ്റെ കണ്ണ് തുറക്കപ്പെടുന്നുണ്ടോ എന്നൊന്ന് ശാന്തമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ,
ഈ ക്രൈസ്റ്റ് ഒരു കൺവിൻസറാണ്. കൺവിൻസ് ചെയ്യാതെ പരാജയപ്പെട്ടു പോകുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ നടുവിൽ ഇന്നും ശാന്തമായി ഈസ് റെഡി ടു കൺവിൻസ് അസ്. ലോർഡ് കൺവിൻസ് അസ്, ലോർഡ് കറക്റ്റ് അസ്. നോബഡി ഈസ് ദർ ടു കറക്റ്റ് മീ. അല്ലേ? ഇപ്പം നിങ്ങളോട് ഈ ഉപദേശമൊക്കെ പറഞ്ഞ് എന്നെ ആര് കറക്റ്റ് ചെയ്യും? എൻ്റെ ദൈവമല്ലാതെ എന്നെ കറക്റ്റ് ചെയ്യാൻ ആരുണ്ട്? നമ്മളിവിടുന്ന് ആരാധനയിൽ പങ്കെടുത്ത് പോകുന്ന ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളെയും ജീവിതാനുഭവങ്ങളെയും ചിന്തകളെയും അറിയുന്ന ഒരു ദൈവമുണ്ട്. നത്തിങ് ഈസ് ഹിഡൻ ബിഫോർ ഹിം. ഹി നോസ് ഈച്ച് ആൻഡ് എവറി സീക്രട്സ് വിച്ച് ആർ ഹിഡ് ഇൻ അവർ ലൈഫ്. കർത്താവെ, എന്നെ നീ കറക്റ്റ് ചെയ്യണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ വേണം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ. അതുകൊണ്ട് വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കും ഈ ഹോളി കമ്മ്യൂണിയനൊക്കെ എവിടുന്നോ ഇതിൽ ഈ ആരാധനയും പ്രാർത്ഥനകളും ഒക്കെ ചുമ്മാ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഒന്നുമല്ല. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ മീനിങ്സ്. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദ ന്യൂ കൈൻഡ് ഓഫ് വർഷിപ്പ്, ബട്ട് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ മീനിങ്. ഈ കുർബാനയുടെ മുഴുവൻ സ്ട്രക്ചറും നമുക്ക് ഈ ഒരു വേദഭാഗത്തിൽ കാണാനായിട്ട് സാധിക്കും. മിനിസ്റ്ററിങ് വേർഡ്. കർത്താവ് ദൈവവചനം വിഭാഗിച്ചു കൊടുത്തു, അവരുടെ കണ്ണ് തുറന്നു. കർത്താവ് ബ്രെഡ് വിഭാഗിച്ചു, അവരുടെ കണ്ണ് തുറന്നു. അവർ പുതുക്കപ്പെട്ടവരായി എവിടേക്ക് മടങ്ങിപ്പോയി? ദേ റിട്ടേൺ ബാക്ക് ആൻഡ് പ്രൊക്ലെയിം ദാറ്റ് ഗുഡ് ന്യൂസ് ടു അതേഴ്സ്. മറ്റുള്ളവർ ദുഃഖിച്ചും കൺഫ്യൂഷനിലും ഒക്കെ ഇരുന്നപ്പോൾ അവരോട് പറഞ്ഞു, വി ഹാവ് സീൻ ദ ലോർഡ്. ഞങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടി, അവനെ ഉയർത്തെഴുന്നേറ്റെന്നുള്ളത് സത്യമാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് റിസൺ ഇൻഡീഡ് എന്ന് അവരോട് ചെന്ന് പറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. എന്തിനാണ് നമ്മുടെ കണ്ണ് ദൈവം തുറക്കുന്നത്? എന്തിനാണ് ദൈവം നമ്മളെ എൻലൈറ്റൻ ചെയ്യുന്നത്? നമ്മുടെ ലോഗോയിൽ എഴുതിയിരിക്കുന്നത് പോലെ ലൈറ്റൻ ടു ലൈറ്റൻ. വി ആർ എൻലൈറ്റൻ കമ്മ്യൂണിറ്റി. ഫോർ വാട്ട്? ടു ലൈറ്റൻ അതേഴ്സ്. മറ്റുള്ളവരെ പ്രകാശം. ടു എൻലൈറ്റൻ അതേഴ്സ്. വി ആർ ലൈറ്റൻ കമ്മ്യൂണിറ്റി ടു എൻലൈറ്റൻ അതേഴ്സ്. എനിക്ക് ദൈവം ഇന്ന് എന്തിനാണ് ഇങ്ങനെ ഒരു ഉറപ്പ് തരുന്നത്? ഞാൻ ഇനി പോകുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ എൻ്റെ വാക്കിലൂടെയും ചിന്തയിലൂടെയും പ്രവൃത്തിയിലൂടെയും ഈ കർത്താവിനെ വരച്ച് കാട്ടേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ പ്രസംഗം. പ്രിയപ്പെട്ടവരെ, ഞാൻ ചില കാര്യങ്ങളാണ് നിങ്ങളോട് ഇന്ന് പങ്കുവെച്ചത്. കർത്താവിനെ കുറിച്ച് പറയുന്നത് ഇവിടെ പറയുന്നത് ഹീസ് എ കോ ട്രാവലർ എന്നാണ് പറയുന്നത്. ഈ കോ ട്രാവലറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്ന്, കമ്പാനിയൻ, കൂട്ടുകാരനാണ്. രണ്ട്, ക്ലാരിഫയർ, എന്താണ്? വെളിപ്പെടുത്തുന്നവനാണ്. മൂന്ന്, കംഫർട്ടർ, ആശ്വാസപ്രദനാണ്. നാല്, ചലഞ്ചർ, വെല്ലുവിളിക്കുന്നവനാണ്. സ്നേഹത്തോടെ നമ്മളെ കടാക്ഷിക്കുന്നവൻ, ശാസിക്കുന്നവനൂടാണെന്ന് മനസ്സിലാക്കാവുന്ന. അഞ്ച്, എന്ത്? കൺവിൻസർ, ബോധ്യപ്പെടുത്തുന്നവനാണ്. എനിക്ക് മറഞ്ഞു കിടക്കുന്ന ജീവിതാനുഭവങ്ങളുടെ നടുവിൽ, എനിക്ക് പരാജയം സംഭവിക്കുന്ന ജീവിതാനുഭവങ്ങളുടെ നടുവിൽ ഉറപ്പിക്കുന്നവനാണ്. എന്ത്? ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ മിസ്സസ് ലാലി ഷാജി ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും.